എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. നമുക്കിന്ന് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബോൾ ആനിമേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യമേ ഒരു ബോൾ എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബോൾ ഈ ഗ്രിഡിൻ്റെ മുകളിലായിട്ട് വെക്കണം. അതിനായി ഇതുപോലെ y ആക്സിസിൽ മൂവ് ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് yയിൽ നമുക്ക് 1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഗ്രിഡിൻ്റെ മുകളിലായിട്ട് നിൽക്കും. ഈ ഗ്രിഡ് നമ്മൾ ഗ്രൗണ്ട് ആയിട്ടാണ് സങ്കല്പിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ സ്പേസ് ബാറിൽ നോക്കി ഫ്രണ്ട് വ്യൂവിൽ പോകണം. ഫ്രണ്ട് വ്യൂവിൽ പോയതിന് ശേഷം നമുക്കിതുപോലെ മൂവ് ചെയ്ത് വെക്കാം. ഇതുപോലെ മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വ്യൂവിൽ പോയി ഇമേജ് പ്ലെയിന് വന്ന് ഇമ്പോർട്ട് ഇമേജ് കൊടുത്ത് ഇതുപോലൊരു ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സ്കെയിൽ ചെയ്ത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ലെയറിലേക്ക് മാറ്റണം. അതിനായി ലെയർ മെനുവിൽ വന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ ലെയർ വിത്ത് അസൈൻഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒരു ലെയറിലായിട്ട് ഫോം ആയിക്കോളും. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നതിന് ശേഷം ഇത് റെഫറൻസ് ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് വിസിബിലിറ്റി എപ്പോഴെങ്കിലും ഓഫ് ആക്കുക വേണം ചെയ്യാം. റെഫറൻസ് ആക്കി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ ഇമേജ് നമ്മൾ സെലക്ട് ആകത്തില്ല, അതൊരു റെഫറൻസ് ഇമേജ് ആയിട്ട് അവിടെ സ്റ്റേ ആയിരിക്കും. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പായി നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിലീറ്റ് ബൈ സ്ട്രീം ഫ്രീസ് ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ സെൻറ്റർ പൈവറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂഷ്വലി ഇതുപോലെ നമുക്ക് മൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനൊരു പേരൻറ്റിനെ കൊടുക്കണം. അതായത് നമ്മൾ കേഴ്സിൽ വന്നതിന് ശേഷം ഇതുപോലെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഈ സർക്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവന്ന് അതായത് y വാല്യൂ 1 എന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സ്പിയറിൻ്റെ സെൻറ്റർ ആയിക്കോളും. അതിനുശേഷം 6 പ്രസ് ചെയ്ത് നമുക്ക് കുറച്ചൊന്ന് വലുപ്പം കൂട്ടാം. അതിനുശേഷം നമ്മൾ ഇത് രണ്ടും സെലക്ട് ചെയ്ത് ഇതുപോലെ പോളി മോഡലിങ്ങിൽ പോയി ഡിലീറ്റ് ബൈ ഹിസ്റ്ററി ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ സെൻറ്റർ പൈവറ്റും കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ആദ്യമേ സ്പിയർ സെലക്ട് ചെയ്യണം, അതാണ് ചൈൽഡ്. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ കേവ് സെലക്ട് ചെയ്യണം, അതാണ് പേരൻറ്റ്. ഇനി നമ്മൾ മെനു ബാറിലുള്ള എഡിറ്റിൽ പോയി പേരൻ്റ് എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ കീബോർഡിലുള്ള P സെലക്ട് ചെയ്താൽ ഇത് പേരൻ്റ് ആകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കേവിൽ പ്രസ് ചെയ്താൽ നമുക്ക് കേവിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോളും പോരുന്നതാണ്. സോ ബേസിക്കലി നമ്മുടെ പേരൻസ് കൊണ്ടുപോകുമ്പോൾ പിള്ളേർ കൂടെ പോകുന്ന പോലെ പറയുന്ന പോലെ നമ്മുടെ ഈ കേവ് പോകുന്നിടത്ത് തന്നെ ഈ ഒരു സ്പിയറും കൂടെ പോകുന്നതാണ്. ഇതുകൂടാതെ തന്നെ വേറൊരു പേരൻ്റ് ഉണ്ട്, അതിന് ഈ റൊട്ടേഷനും സ്കെയിലും ഒക്കെ ചിലതൊക്കെ ബാധകമാകത്തുള്ളൂ. സോ അത് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇപ്പോൾ ഏതായാലും നമുക്ക് ആനിമേഷനിലേക്ക് കിടക്കാം. സോ നമുക്ക് ഈ വാല്യൂ 0ലേക്ക് ഇടാം. അതിനുശേഷം നമ്മുടെ y വാല്യൂ, അതായത് നമ്മൾ y ഇവിടെ വരെ പോകണം. സോ ഇവിടെ y വാല്യൂ 11 കൊടുക്കണം. അതിനുശേഷം നമ്മൾ കീ ഫ്രെയിമിൽ 0 എന്ന് കൊടുക്കുക. നമ്മൾ ഈ രണ്ട് ട്രാൻസ്ലേറ്റ്, കാരണം ഇവിടെ മൂവ് ആകുന്ന ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കേവ് സെലക്ട് ചെയ്യാവുള്ളൂ. നോംസ് കേവ് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയിലും വാല്യൂസിലാണ് ഇത് മൂവ് ആകുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എക്സും വൈയും വാല്യൂ മാത്രമേ ഇതുപോലെ മൂവ് ആകുന്നുള്ളൂ നമ്മളിതുപോലെ ബോൾ ബൗൺസ് ചെയ്യുമ്പോൾ. സോ നമ്മൾ എക്സ് വാല്യൂ 0യും y വാല്യൂ 11 കൊടുക്കുക. അതിനുശേഷം ഈ രണ്ട് ട്രാൻസ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്റ്റഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു കീ ആയി. അതിനുശേഷം നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് 7ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം, അതായത് ഞാൻ ഈ ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, അതിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് കാണാം. ഈ നമ്പേഴ്സ് ടൈം ഫ്രെയിമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് പണ്ടുള്ള 2D ആനിമേറ്റേഴ്സ് ഇതുപോലത്തെ ആനിമേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളത് റെഫറൻസ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. നമുക്കിതുപോലെ ഓരോ ടൈം ഫ്രെയിമിലും വെക്കണമെന്നില്ല. നമുക്ക് ഒരു പർട്ടിക്കുലർ ഇനീഷ്യൽ പോയിന്റും പിന്നെ ഒരു എൻഡ് പോയിന്റും അതിനുള്ളിൽ വരുന്ന കുറച്ച് ചില പോയിന്റ്സുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കേവ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൂവ് ടൂൾ വെച്ച് 7th ഫ്രെയിം, ഇത് 7th ഫ്രെയിം, ഈ 7th ഫ്രെയിമിലേക്ക് ഈ ബോൾ കൊണ്ടുവരിക. ഓക്കെ, അതായത് ട്രാൻസ്ലേറ്റ് വാല്യൂ 0യും നമ്മുടെ എക്സ് വാല്യൂ 4.5ലേക്ക് മാറ്റണം. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്ത്
നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്റ്റഡ് കൊടുക്കാം. ഇതുപോലെ നമ്മളിത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് അടുത്തത് ഇപ്പം ഇവിടുന്ന് വന്നു, ഇത് ഇവിടെ ഹിറ്റ് ചെയ്തു, അടുത്തത് ഇത് ബൗൺസ് ചെയ്ത് ഇവിടെ വരെ പോകും. സോ 11th ഫ്രെയിമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബോൾ ഇവിടെ വരണം. സോ 11th ഫ്രെയിമിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. സോ ഇതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്റ്റഡ് കൊടുക്കുക. അതിനുശേഷം 14th ഫ്രെയിമിൽ ഈ ബോൾ താഴെ വന്ന് ഇങ്ങനെ ഹിറ്റ് ആവും. സോ നമുക്ക് ട്രാൻസ്ലേറ്റ് y വാല്യൂ 0 കൊടുത്തതിന് ശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്റ്റഡ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ 17th വാല്യൂവിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്റ്റഡ് കൊടുക്കുക. താഴെ 17th നമ്മൾ കൊടുത്തില്ല, 17th നമ്മൾ മാറ്റി വെക്കണം. ആദ്യമേ കീ ഫ്രെയിംസ് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഏത് ഫ്രെയിമാണോ അവസാനം ചെയ്തേക്കുന്ന കീ ഫ്രെയിം ചെയ്തേക്കുന്നത് അതിലേക്ക് ഈ പൊസിഷൻ മാറും. സോ നമ്മൾ പർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കീ ഫ്രെയിം ഏത് കീ ഫ്രെയിമിലാണ് വെക്കേണ്ടതെന്ന് നോക്കുക. ഇപ്പോൾ കീ ഫ്രെയിം കുറച്ച് മാറിയാലും കുഴപ്പമൊന്നുമില്ല, അതേ കീ ഫ്രെയിമിൽ ആകാതിരുന്നാൽ മതി. ഇപ്പം 15th കീ ഫ്രെയിമിലാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിത് കീ ഫ്രെയിംസ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ചേഞ്ച് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. സോ നമുക്ക് 17th കീ ഫ്രെയിം വെച്ചതിന് ശേഷം പൊസിഷൻ കറക്റ്റ് ചെയ്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ 19th കീ ഫ്രെയിമിൽ ഇതുപോലെ വെച്ച് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതുപോലെ കീ ഫ്രെയിം ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് അടിച്ചതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ ഇത് കാണാം. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ അവസാനത്തെ കീ ഫ്രെയിം നമ്പർ 30 അത് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടൈം ലൈൻ കുറച്ചും കൂടെ 30 ഫ്രെയിംസിലാകും. 30 ഫ്രെയിംസിലേക്ക് ആയതിനു ശേഷം നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ടൈം ലൈൻ കുറച്ചും കൂടെ കൂട്ടണം, ടൈം കുറച്ചും കൂടെ കൂട്ടണം. ഇത്രയും സ്പീഡിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടൈം ലൈൻ നമുക്ക് 120ലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു ടൂൾ പരിചയപ്പെടാൻ പോകാം. അതിനായി നമ്മൾ മെനു ബാറിലുള്ള വിൻഡോസിൽ പോയി ആനിമേഷൻ എഡിറ്ററിൽ വന്നതിന് ശേഷം ഗ്രാഫ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രാഫ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വർക്ക് സ്പേസിലുള്ള ജനറലിൽ വന്ന് ആനിമേഷന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇവിടെ ഗ്രാഫ് എഡിറ്ററിൽ ക്ലിക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഗ്രാഫ് കാണാം. ഇത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ് സർക്കിളിൻ്റെ ഗ്രാഫ്സ് ആണ്. അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് എക്സും ട്രാൻസ്ലേറ്റ് വൈയിലും മൂവ് ചെയ്തതിൻ്റെ വാല്യൂസ് ആണ് ഇതെല്ലാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇതിലിപ്പം നമ്മൾ വൈ വാല്യൂസ് എടുക്കാം. ഇപ്പോൾ വൈ വാല്യൂസ് എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ബോള് പോകുന്നത് പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോള് ബൗൺസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഗ്രാഫ് ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ഭയങ്കര സ്പീഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് കുറച്ച് സ്ലോ ആക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റീജിയണൽ ടൂൾ എന്ന് പറഞ്ഞ്, സ്കെയിൽ ഓർ മൂവ് കീ എന്ന് പറഞ്ഞു. ഇതിലങ്ങ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് കിട്ടും. ഈ ബോക്സ് നമ്മൾ ഉള്ളിൽ പ്രസ് ചെയ്ത് ഇതുപോലെ നീക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതല്ല നമുക്കിത് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ നമുക്കിതുപോലെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനെ കുറച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നീട്ടിയെടുക്കാം, നമ്മുടെ ബോൾ ആനിമേഷൻ കുറച്ച് സ്ലോ ആവുന്നതാണ്. ഓക്കെ, നമ്മുടെ ബോൾ ആനിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആവുന്നതാണ്. പക്ഷേ ഇപ്പം ആനിമേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇമേജിലുള്ള പോലെയല്ല ഈ ബോൾ മൂവ് ആകുന്നതെന്ന്. യൂഷ്വലി ഈ ഒരു ബോൾ ഇതുപോലെ കേർവിൽ വന്നതിന് ശേഷം ഇങ്ങനെ ടച്ച് ചെയ്ത് ഇതുപോലെ ബൗൺസ് ചെയ്ത് പോകണം. ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ താഴോട്ട് കേർവായി
ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് പോവുക. നമുക്കതല്ല വേണ്ടത്. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേറ്റ് വൈ എന്നുള്ള ആക്സിസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ റീജിയനെ നമുക്ക് മാറ്റാം. അതായത് ക്യൂവിൽ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, റീജിയനിൽ മാറ്റിയതിന് ശേഷം ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു 2 ബാർ കിട്ടും. ഈ ബാറിൽ ഏതെങ്കിലും ഒരു ബാറിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആംഗിൾ ഈ ഒരു ബാർ മൂവ് ചെയ്യേണ്ട. എല്ലാ സമയത്തും ഇത് രണ്ടും ഒരുമിച്ച് മൂവ് ആകുന്ന പോലെ മൂവ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഏതെങ്കിലും ഒരെണ്ണം മൂവ് ചെയ്താൽ മതി. സോ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു സ്പേസ് ഉണ്ട്, ബ്രേക്ക് ടാൻജൻസ് എന്ന് പറഞ്ഞ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് യൂണിഫൈ ടാൻജൻസ്. യൂണിഫൈ ടാൻജൻസ് ക്ലിക്ക് ചെയ്താൽ രണ്ടും ഒരേപോലെയും, ബ്രേക്ക് ടാൻജൻസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് നീക്കാനും കഴിയുന്നതാണ്. പക്ഷേ ഇവിടെയല്ല നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, ഇവിടെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ടാൻജൻറ്റ് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ടാൻജൻറ്റ് ഇതുപോലെ നീക്കണം. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തിരിക്കുന്ന ഈ ഒരു ടാൻജൻറ്റും അതേപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇതിനുള്ള കാരണം ഞാൻ കാണിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോള് ഏകദേശം ഈ ഒരു കേർവിൽ തന്നെ വന്നിരിക്കും. ഇപ്പോൾ ഇത് ഹിറ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോൾ വന്ന് ഹിറ്റ് ആകുന്ന പോലെ നമുക്കൊരു ഫീൽ കിട്ടും. ഇവിടം വരെ നമ്മൾ ചെയ്തു, ഇത് ബാക്കിയുള്ളിടത്ത് നമ്മൾ ചെയ്തില്ല. ഇപ്പോൾ അതിനുള്ള ഡിഫറൻസ് കണ്ടോ? ഇപ്പോൾ നമുക്ക് ബോൾ ഹിറ്റ് പോലെ തോന്നും, പക്ഷെ അത് കഴിഞ്ഞാൽ ആ ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്ക് അത് തോന്നത്തുമില്ല. സോ അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു വിടാം. ഇതുപോലെ നമ്മൾ ഓരോ കേഴ്സും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ പോയി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൂമെൻറ്റ്സ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ 87 ആണ്. സോ നമുക്ക് 120 മാറ്റി 87ലേക്ക് വെക്കാം. അതിനുശേഷം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിപ്പീറ്റ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരുന്നുള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അതായത് നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വന്ന് ബൗൺസ് ഹിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ വേറെ ആയിരിക്കണം. അതായത് 21st ഫ്രെയിമിൽ 20th ഫ്രെയിമിൽ വരുമ്പോൾ വേണം ഇത് വന്ന് ഹിറ്റ് ചെയ്യാൻ, അല്ലാണ്ട് ഈ ഒരു ഫ്രെയിമിലല്ല. ഇപ്പോൾ 21ലാകുമ്പോൾ ഇത് ഇൻ ബിറ്റ്വീനിലല്ലേ, നമുക്ക് കറക്റ്റായിട്ട് 21ൽ തന്നെ പ്ലേസ് ചെയ്യാം. അതായത് ഇതുപോലെ മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്താൽ മതി. അപ്പോൾ 20th ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക് ഇത് ഹിറ്റ് ആയിക്കോളും. അതിന് ശേഷം നമുക്ക് ബാക്കി എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ 30th ഫ്രെയിം വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഹിറ്റ് ചെയ്യണം, ഇത് മുകളിൽ ചെല്ലണം. അല്ലെങ്കിൽ 41st ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 40th ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് വന്ന് ഇവിടെ ടച്ച് ചെയ്യണം. ഇവിടെ 30th ഫ്രെയിം. ഇങ്ങനെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനും എല്ലാം ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ 40th ഫ്രെയിം, എൻ ഫ്രെയിം 55, നമുക്കൊരു 56ലേക്ക് ഇടാം. അതിനുശേഷം 48ലേക്ക് ഇവിടെ ഇടാം. അതിനുശേഷം 56, 64, ഇവിടെ 60. ഓക്കെ, ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബോൾ ആനിമേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഈ ബോൾ ആനിമേഷനിൽ 12 പ്രിൻസിപ്പിളിൽ നമ്മൾ 2 പ്രിൻസിപ്പിൾസ് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ടൈമിങ്ങും സ്പേസിങ്ങും. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ കവർ ചെയ്യാനുണ്ട്, അതായത് സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇടുന്നതാണ്. അതിൽ നമ്മൾ സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്